அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ടൂർണമെൻറ്റ് മാച്ച് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ IEG റെവല്യൂഷൻ കപ്പ് ഉണ്ടല്ലോ, സോ അതിൻ്റെ റൗണ്ട് ഓഫ് 64 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലെഗ് ഓൾറെഡി കഴിഞ്ഞു. അന്ന് ഞാൻ കളിച്ചില്ല, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും സെക്കൻഡ് ലെഗിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ നമ്മുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ എന്താവുന്നു. സോ ഇന്നത്തെ ഓപ്പോണൻറ്റ് പറയുന്നത് നമ്മളുടെ രോഹിത്താണ്, ടൈറ്റൻസ് കേട്ടോ. സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും രോഹിത്തോട് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കുക ഗൈസ്. ഓക്കെ, സോ രോഹിത് അത്യാവശ്യം കിട്ടുന്ന പ്ലെയറാണ്, FQB പ്ലെയറാണെന്ന് പറഞ്ഞത്, പക്ഷേ നല്ല പെർഫോമൻസാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും മാച്ചും കാര്യങ്ങളൊക്കെ. പരമാവധി വിന്നെടുക്കണം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജയിക്കണം, മുന്നേറണം. അപ്പോൾ ഫസ്റ്റ് ലെഗിൽ ഞാൻ ജയിച്ചത്. ഫസ്റ്റ് ലെഗ് എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റിയില്ല, എന്നെ സബ്ബായിട്ട് ഇറക്കുകയും ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു കളിക്കാൻ നടപടിയാവില്ല പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ അത് കളിക്കാൻ പറ്റിയില്ല. എന്തായാലും അന്നത്തെ നമുക്ക് ഇന്ന് മാറ്റി കൊടുക്കണം, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നാളിയെ 2 ഡോട്ട്മുണ്ടാണല്ലോ, കുഴപ്പമില്ല. എന്തായാലും സ്റ്റേഡിയം അവൻ്റെ ഹോമല്ലേ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ജേഴ്സി എൻ്റെ എന്തായാലും ഡോട്ട്മുണ്ടൊക്കെ ഓൻ്റെ നമുക്ക് ഈ ഫുട്ബോൾ ജേഴ്സിയൊക്കെ അത് മതി. ഓക്കെ, സെറ്റ്. എടാ റൊണാൾഡോ ഫോം ഔട്ടിന് എഡ്വേർഡ്. നമുക്ക് എന്തായാലും സ്ലാറ്റനെ കൊണ്ടുവരാം. കക്കനെ കൊണ്ടുവന്നാലോ? കക്ക മതിയില്ലേ? കക്കോട് ചെയ്യുമ്പോൾ കക്ക വരട്ടെ, കക്ക മതി, കക്ക എടുക്കട്ടെ. വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. FQB തന്നെ കേട്ടോ. അയ്യോ, മിഡ്ഫീൽഡിൽ ഇപ്പോൾ മാറ്റിയല്ലോ, കുഴപ്പമില്ല. എന്തായാലും ഇൻ മാച്ച് റോൾ നമുക്ക് സ്ലാറ്റനെ ഇടാം. ഓക്കെ, സെറ്റ്, അത് മതി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കളിയും കാര്യങ്ങളൊക്കെ എന്താവുന്നു. സോ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ FQB പ്ലെയർ കണ്ടില്ലേ, ഫോർമേഷൻ ഒരു CMF 2 AMF ആണ്. നെയ്മറുണ്ട്, FQB പ്ലെയറാണ്. സെൻറ്റർ ഫോർവേഡ് പിന്നെ ഫോർലാനും അഡ്രിയാനും ഉണ്ട്. അപ്പോൾ നമുക്ക് പണിയാവുക വെച്ച് കഴിഞ്ഞാൽ പണിയാവാതില്ലാതില്ല. കാരണം ഞാനിപ്പോൾ അധികം കളിക്കാറില്ല, നിങ്ങൾക്ക് അറിയാലോ. ആകെ ഇടയ്ക്ക് ടൂർണമെൻറ്റ് കളിക്കും, പിന്നെ പ്ലെയർ റിവ്യൂ എടുക്കാൻ വേണ്ടി കുറച്ച് കളി കളിക്കും. ഓക്കെ, പക്ഷേ എന്നാലും നമുക്ക് അതിന് നമ്മുടെ കളി കളിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ പ്ലെയറിനെ മാത്രം ഫോക്കസ് ചെയ്ത് ആ പ്ലെയറിനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ കളിക്കുക. അപ്പോൾ നമ്മുടെ ഓൺ പ്ലേ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. പ്രശ്നം ആകെ കളിക്കുകയാണെങ്കിൽ ഞാൻ ടൂർണമെൻറ്റ് കളിക്കുന്നുള്ളൂ. എന്തായാലും ലൈവും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഉച്ചയ്ക്ക് ഔട്ട് ലൈവ് വരിക, അതും കൂടി ഞാൻ പറയാം. എന്തായാലും രോഹിത്തായിട്ടാണ് കളി. രോഹിത്തിന് ഓർത്തില്ല കേട്ടോ, പക്ഷേ ഞങ്ങൾക്ക് മെസ്സേജ് അപ്പം നൈസായിട്ടൊരു കമ്പനിയൊക്കെ ആയി. അപ്പോൾ എന്തായാലും നോക്കി നോക്കുക ഗൈസ്, പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാവുമെന്ന്. എന്താ വരാത്ത, കളിക്കണം, ജയിക്കണം, അത്രേ ഉള്ളൂ. കഴിഞ്ഞ കളി കളിക്കാൻ പറ്റിയില്ല, ലോഡായി കിടക്കാണല്ലോ. അയ്യോ പൂവനി കോപ്പ്. ഓക്കെ വന്നിട്ടുണ്ട്. മൊട്ട സാറ് പന്തെടുത്ത്. എടാ അപ്പുറത്തുള്ളവന് 2 മുടിയുണ്ടെങ്കിൽ മുട്ടയ്ക്ക് മാത്രം മുടി വരാത്തുള്ളൂ അല്ലേ? ഇയാൾ മുട്ട അടിച്ചിട്ട് കുറേ കാലേ വന്നിട്ട് ചളിയായിട്ടൊന്നും കൂട്ടണ്ട. എന്തായാലും IEG റെവല്യൂഷൻ, LEG അല്ല കേട്ടോ, IEG ആണ്, ഇന്ത്യൻ അങ്ങനത്തെ ഫുൾ ഫോമാണ്. ഓക്കെ, സോ ഗൈസ് അവൻ്റെ ടച്ചാണ് കേട്ടോ. ഫസ്റ്റ് ടൈമിനെ അഡ്രിയാനോ ആൻഡ് സെൻറ്റേഴ്സിനെ ആണ് ഇറക്കിക്കണേ. ഓക്കെ, ഫോർലാൻ, അഡ്രിയാനോ, ഫിഗോ, എൻ്റെ പൊന്നെ അഡ്രിയാനോ, ഫോർലാൻ, ബഫഡ്. ഗൈസ് ബഫഡ് വെച്ചുള്ള ഫസ്റ്റത്തെ കളി അത് ഞാൻ പറയാൻ പറഞ്ഞത്. എൻ്റെ കളിയാ ബഫഡ് തീപ്പൊരു സേവ്. ബഫഡ് സേവ്ഡ് ബി ബ്രോ. ഓക്കെ, നെയ്മറിൻ്റെ കോർണർ കണ്ടോ. എടാ ബഫഡ് സൈൻ ചെയ്ത് നന്നായി, ക്ലിയർ ചെയ്യും മാൾഡീനി. ഓക്കെ, നൈസ് വൺ. റെഡി തന്ന റുമി. ഓക്കെ, ഇബ്രാഹിമോവിച്ച് ആൻഡ് ഇറ്റ്സ് വിയേറ ടു റുമി. ഐഷ കൊടുത്തു ബറേസി. ഓക്കെ, നമ്മളെടുത്തിട്ടുണ്ട് മാൾഡീനി ആൻഡ് ഇറ്റ്സ് കക്ക. ത്രൂ ബോൾ ടു പിർലോ ടു സ്ലാറ്റൻ. ത്രൂ ബോൾ വയ്ക്കാം. ഓക്കെ, ലോഫ്റ്റഡ് ത്രൂ ടു റുമി. എടാ ഫിറനെ പിടിച്ചേ. ഓക്കെ, ഒലിവർ ഖാനാണ്. ടു കോസ്റ്റക്കോട്ടെ ആൻഡ് ഡുവോ. ഓക്കെ, പിർലോ പാസ് ഇട്ടാന്നേ ജയിച്ചേ. ഓക്കെ, നമ്മൾ എടുത്തിട്ട് തൂറം ആൻഡ് ഇറ്റ്സ് മെസ്സി പാസ് വയ്ക്കാം. ആൻഡ് ഇറ്റ്സ് കക്ക ടു സ്ലൈഡർ എത്തിയില്ല. ഓക്കെ, നെയ്മർ ജൂനിയർ. ഓക്കെ, അഡ്രിയാനോ. നമ്മളെടുത്തിട്ട് സാലിബ ടു മെസ്സി ടു പിർലോ ടു വിയേറ ടു പിർലോ ടു സ്ലൈഡർ. ഓക്കെ, ഡബിൾ ടച്ച് അടിക്കുക. സ്ലൈട്ടൻ, അയ്യേ എൻ്റെ വിൽ പവർ സ്ലൈറ്ററിനെ പുറത്തേക്ക് അടിച്ച് വിടല്ല. അത് എന്ത് നല്ല ചാൻസ് ആയിരുന്നു.
ഫിനിഷിങ് ഉണ്ട്, എല്ലാം ഉണ്ട് തനിക്ക്. താൻ എന്താ കാണിച്ചത്? സ്ലാറ്റൻ നമ്മൾ ഉച്ചല്ലോ, സ്ലാറ്റൻ മുത്ത. എന്തായാലും ഫസ്റ്റത്തെ ഒരു അച്ചാംച്ച തന്നെ പാളിയുണ്ട് ഗൈസ്. ഉൽവർഖാൻ ഹെഡ് ചെയ്ത് തരൂ, അല്ല മാൾഡീനി ഹെഡ് ചെയ്ത് തരൂ. സലിബ എൻ്റെ അളിയാ മാൾഡീനി ആൻഡ് ഇറ്റ്സ് റൂമി. മെസ്സി, ഓക്കെ മെസ്സി ടേൺ എടുക്കാം. എടാ പന്ത് പോലെ മെസ്സി. ഓക്കെ ഗുഡ് ബാലൻസ്. ഓക്കെ പിർലോ ത്രൂ ബോൾ ടു വിയേര ടു സ്ലാറ്റൻ ടേൺ എടുക്കാം. ഫേക്ക് ഇടാം. എടാ ഫേക്ക് പോയില്ലടാ, ഫേക്ക് അമർത്തില്ല ഗൈസ്. ഉൽവർഖാൻ എടാ ക്ലിയർ മാൾഡീനി ക്ലിയർ. ഫോർലാൻ ആൻഡ് ഇറ്റ്സ് ഡുവോ. ഓക്കെ നമ്മുടെ അടുത്തിൻ്റെ തൂറം. മെസ്സി പിർലോ. അയ്യോ മിസ് പാസ് ആയടാ. ഓക്കെ നമ്മളിതിൻ്റെ അടുത്തിൻ്റെ ബെയിൽ ത്രൂ ബോൾ ടു കക്ക ടു സ്ലാറ്റൻ വയ്ക്കാം. അയ്യേ വീണ്ടും മിസ് പാസ് എൻഡേഴ്സൺ. ഓക്കെ നമ്മൾ വീണ്ടും എടുക്ക്. ഓക്കെ പിർലോ മെസ്സി ആൻഡ് ഇറ്റ്സ് റൂമി. ആടാ ബ്ലോക്ക് ഇട്ടു. കക്കയുണ്ടോ ഗൈസ്? കക്ക പാസ് ടു ബെയിൽ ക്രോസ് ഇടാം. എടാ ഫൗളില്ല. നെയ്മർ. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് കക്ക. ഓക്കെ കക്ക പിർലോക്ക് വെക്കാം നമുക്ക്. ഓക്കെ പിർലോ ടേൺ എടുക്കാം. ഓക്കെ ക്രോസ് ഇട്ട് വെക്കാം. ആൻഡ് ഇറ്റ്സ് എടാ സ്ലാറ്റ. ഗൈസ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് സ്ലാറ്റ. ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്ന് ഡയറക്റ്റ് ഗോൾ കീപ്പർ അടിച്ചു, പക്ഷേ റീബൗണ്ട് വന്നുകൊണ്ട് ഭാഗ്യം ഗോൾ സ്കോർ ചെയ്ത്. ആൻഡ് ഇറ്റ്സ് 1-0 നമ്മൾ ലീഡ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ എന്തായാലും നല്ല ഗോളായിരുന്നു. എൻഡേഴ്സൺ ആൻഡ് ഇറ്റ്സ് ഫോർലാൻ. അളിയ ഫസ്റ്റത്തെ അച്ചാക്കോലെ അവലെ ബെയിലെ അതിൻ്റെ പൊന്നളിയ പെട്ട്. അഡ്രിയാനോ എടാ ഭാഗ്യം എടാ പാസ് കൊടുത്തേ. ഓ ഭാഗ്യം. തൂറം ആൻഡ് ഇറ്റ്സ് പിർലോ ആൻഡ് ഇറ്റ്സ് മെസ്സി ടേൺ എടുക്കാം. ഓക്കെ തൂറം മിസ് പാസ് കോസ്റ്റക്കോട്ടെ. ഫോർലാൻ ആൻഡ് ഡേസർ ഡുവോ. നൈസ് ടാക്കിൾ ഫ്രം തൂറം. മെസ്സി പിർലോ. ഓക്കെ ലോഫ്റ്റർ കളിക്കുക. വിയറുണ്ട്. ഓക്കെ ലോഫ്റ്റർ നല്ല ബോളാണ് കേട്ടോ. എൻഡേഴ്സൺ ഹെഡ് ചെയ്ത് കൊടുത്തറ ബാക്കി. എന്തായാലും കുഴപ്പമില്ല. ഉൽവർഖാൻ അഗെയിൻ. എടാ ഒന്നുകൂടി പ്രഷർ ചെയ്യണമായിരുന്നു ഞാൻ. ഫിഗോ ആൻഡ് ഇറ്റ്സ് അഡ്രിയാനോ. ഓക്കെ സലീബ് എടുത്തിട്ടുണ്ട്. ബെയിൽ ആൻഡ് ഇറ്റ്സ് കക്ക ടേൺ എടുക്കാം. ഒന്നുകൂടി ടേൺ എടുക്കാം. ഓക്കെ കക്ക പാസ് ടു പിർലോ. എടാ ഫൗൾ. നെയ്മർ വെട്ടി വീഴ്ത്തിയതാണ് കേട്ടോ അത്. കക്ക ടേൺ എടുത്തപ്പോൾ നെയ്മറിനെ പിടിച്ചില്ല. ഉണ്ടാവും, കക്ക അറിയാലോ നമുക്ക് ബ്രസീലിയൻ ഗോട്ട്. ഓക്കെ എന്തായാലും മെസ്സി. എടാ ലോഫ്റ്റർ കളിക്കുക. സ്ലാറ്റ ഹെഡ് ചെയ്താ. സ്ലാറ്റ അങ്ങോട്ട് പോയില്ലടാ, എന്ത് തേങ്ങത്. ഓക്കെ പിർലോ പാസ് ടു അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഹാഫ് ടൈം ആയപ്പോൾ 1-0 നമ്മൾ ലീഡ് ഉണ്ട്. പക്ഷേ സാറ്റിസ്ഫൈഡ് ആണ്. 5 ഷോട്ടൊക്കെ അടിച്ചു. പക്ഷേ 2 ഗോൾ കൂടി കയറണമായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ. എന്തായാലും ഓനെ കൊണ്ട് അധികം എനിക്കിപ്പിച്ചില്ല. ഫസ്റ്റത്തെ അച്ചാക്ക് പക്ഷേ ഡേഞ്ചർ ആയിരുന്നു. പക്ഷെ ബഫൺ അവിടെ ഉണ്ടായിരുന്നു. ബഫൺ കയ്യടെ എറിയിക്കുന്നു. ഓക്കെ റൂമി വിയേര ലോഫ്റ്റ് അടിച്ചു. റൂമി പാസ് ടു ഇത് മിസ്സാവുണ്ടിട്ട് എൻ്റെ ഇപ്പോൾ അടുത്തായിട്ട്. ഫെറർ ബെറേസി ടു ഹെൻഡേഴ്സൺ. ഓക്കെ നമ്മളെടുത്തിൻ്റെ ശരിയില്ല. ഫോർലാൻ മാൾഡീനി. ഓക്കെ നമ്മളെടുത്തിൻ്റെ തൂറം ആൻഡ് ഇറ്റ് സലിബ. മെസ്സിക്ക് വയ്ക്കാം. മെസ്സി ടു തൂറം ത്രൂ ബോൾ വയ്ക്കാം. എൻ്റെ പൊന്നളിയാ. ഓക്കെ അഡ്രിയാനോ ആൻഡ് നെയ്മർ. ഓക്കെ നൈസ് ടാക്കിൾ ഫ്രം ബെയിൽ. കക്ക ബാക്ക് കൊടുത്തേ. ഓക്കെ ലോഫ്റ്റർ കളിക്കാം നമുക്ക്. സ്ലാറ്റ ഹെഡ് ചെയ്താ. ഓക്കെ നൈസ്. റൂമി ആൻഡ് മിസ്സായി. ഫോർലാൻ ആൻഡ് ഇറ്റ്സ് ഡെസേർ ഡുവോ ആൻഡ് ഇറ്റ്സ് ഫോർലാൻ. എൻ്റെ അളിയ ഫിഗോ ടു അഡ്രിയാനോ. എടാ എന്ത് സിമ്പിളായിട്ടാവുമ്പോൾ ഗോൾ അടിച്ച്. സെലിബ്രേഷനോ? എടാ ഞാൻ ഗോൾ അടിച്ചപ്പോൾ സെലിബ്രേഷൻ ഇല്ലല്ലോ. ദിസ് ഈസ് ഡിസ്റെസ്പെക്ട്. കം ഓൺ വിയേര ആൻഡ് ഇറ്റ്സ് റൂമി. ഓക്കെ ഹെഡ് ചെയ്തേ. എടാ ഷൂട്ടേടാ. എടുക്ക് മാൾഡീനി. ഓക്കെ കക്ക ആൻഡ് ഇറ്റ്സ് സ്ലാറ്റൻ ടേൺ എടുക്കാം. ഓക്കെ കക്ക ത്രൂ ബോൾ ടു ബെയിലെ ഒരു ക്രോസ് ഇട്ടേ. സ്ലാറ്റൻ എവിടെ പോയി എടുക്കണം? അവിടേക്ക് എത്തിയല്ലോ. ആൻഡ് ഫിഗോ ഡുവോ. ഓക്കെ നമ്മളിതിൻ്റെ തൂറം ആൻഡ് ഇറ്റ്സ് വിയേര. പിർലോ സ്ലാറ്റൻ അടിപ്പിച്ചോക്കാ. ബ്ലോക്ക്. ഓക്കെ ആൻഡ് ഇറ്റ്സ് മെസ്സി ടേൺ എടുക്കാം. മെസ്സി ടേൺ. ഓക്കെ തൂറം ത്രൂ ബോളൊക്കെ മെസ്സിക്ക്. ഓക്കെ മെസ്സിയാണ്. ഓക്കെ ക്രോസ്. ഓക്കെ മെസ്സിയാണ്. ക്രോസ് ഇടാം. ഓക്കെ സ്ലാറ്റൻ. എടാ സ്ലാറ്റൻ ഡയറക്റ്റ് ഒരു ഗോൾ കീപ്പറാണല്ലോ അടിക്കണ. ഈ മരവാഴ. മടി ക്ലിയർ മതി. ഓക്കെ ഫിഗോ. അവൻ്റെയൊക്കെ പോയത്. ഡേസർ ഡുവോ ആൻഡ് ഇറ്റ്സ് ഫോർലാൻ. ഫിഗോ അഡ്രിയാനോ. ഫോർലാൻ. ഓക്കെ നമ്മളെടുത്തിൻ്റെ സാലിബ ആൻഡ് ഇറ്റ്സ് കക്ക. ഓക്കെ സ്ലാറ്റൻ പാസ് ടു മെസ്സി ടു റൂമി.
റൂമി ടു കക്ക, കക്ക ടു സ്ലാറ്റൻ, സ്ലാറ്റൻ ടു കക്ക, കക്ക അടിപ്പിച്ചു കക്ക. എടാ സേവ് സ്ലാറ്റൻ ഓപ്പൺ. എടാ സ്ലാറ്റ് ഫസ്റ്റത്തെ ഗോൾ എന്തോ ഭാഗ്യത്തിന് ഗോളായി. നാറി നോക്കടാ. ക്ലിയർ. സ്ലാറ്റൻ എന്താ കാണിക്കണ സ്റ്റാ ഓപ്പൺ. ഓക്കെ റൂമി ഒലിവർഗാൻ കയറി വന്ന് ക്ലിയർ ചെയ്ത്. മെസ്സി എടുത്ത് മെസ്സി. ഓക്കെ ത്രൂ ബോൾ വയ്ക്കാം. പിർലോ മെസ്സിക്ക് വെക്കാം. മെസ്സി സ്ലാറ്റൻ വെക്കാം. കക്കയ്ക്കാ പോയത്. എടാ സ്ലാറ്റൻ എന്നാലും എന്താ കാണിക്കണ ചതിച്ചു ഗൈസ്. എന്തായാലും സബ് ഇറക്കാം നമുക്ക്. അവൻ പോസ് ചെയ്തിട്ടുണ്ട്. സോ ഷെബ വരട്ടെ, എട്ടോ വരട്ടെ, ആൻഡ് ഇറ്റ്സ് പെലെ വരട്ടെ ഗൈസ്. പെലെ വരട്ടെ. പിന്നെ നമുക്ക് മിഡ്ഫീൽഡ് ഡെക്കോ വരാം. ഓക്കെ നമുക്കിനി ക്രോയിഫ് മതി. ക്രോയിഫിന് ഇറക്കാം. ഓക്കെ അത് മതി. സോ ഗൈസ് എന്തായാലും സബ് ഇത്ര മതി. ഓക്കെ ഡെക്കോ നമുക്ക് പിന്നെ കിട്ടിയതാണ്. പക്ഷെ എന്നാലും എൻ്റെ സ്ലാറ്റ ഇത് തല റെയിൽവേ ട്രാക്കിൽ വെച്ച പോലെ ആയിട്ടോ. എടാ ആ ഓപ്പൺ ചാൻസും മിസ് ചെയ്ത് ഹെഡും ഇവിടെ പറയെടുത്ത് നമ്മളെന്തായി ഇപ്പോൾ. കുഴപ്പമില്ല എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഒലിവർഗാനാണ് കേട്ടോ. ക്ലിയർ മാൾഡീനി. ഓക്കെ ഡെക്കോ പാസ് ടു ഡെക്കോ. അവനെ പാസ് കൊടുത്ത് ഡെക്കോ എടുക്ക്. ആൻഡ് ഇറ്റ്സ് ഓവൻ. ഓക്കെ നമ്മുടെ അടുത്തുണ്ട് മാൾഡീനി. പാസ് ടു ഡെക്കോ ടു ക്രൈഫ് ടു ഷെവ ടു എൻഡേഴ്സിൻ്റെ ഇൻ്റർസെപ്ഷൻ പെട്ടയിലോ അഡ്രിയാനോ നമ്മളെടുത്തിട്ടുണ്ട്. ഓക്കെ മാൾഡീനി. പാസ് ടു പെലെ ടു ഡെക്കോ ടു ഷെവ ടു എട്ടോ. എടാ റണ്ണെടുക്ക് പെലെ. എടാ പെലെ അവിടെ നിന്നപ്പോൾ ശന ഡിലേ ചെയ്തൊന്ന് റണ്ണെടുപ്പിക്കാൻ നോക്കിയതാ. നെയ്മർ ഉണ്ടോ ടാക്കിൾ ചെയ്യാം. അഞ്ചാളിയാ. മാൾഡീനി പോയില്ലോ. ഇടുക്ക് സാലി. ഓക്കെ ഗ്രേറ്റ്. ഫൗള് കുഴപ്പമില്ല അവിടെ വെട്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ പോയി ഗോൾ അടിച്ചിരുന്നവൻ. അതിനായിട്ടല്ലേ എന്തായാലും എല്ലാം അടിക്കുന്നത്. റെഡൊന്നും അല്ലല്ലോ. എടാ എന്താ ഫുള്ള് ഒരുമാതിരി അൺലക്കാണല്ലോ അന്ന്. സ്നാട്ടൻ എന്നാലും ചതിക്കും വിചാരിച്ചു. ഓക്കെ നെയ്മറാണ് മിക്കവാറും ഷോട്ട് വെക്കാൻ ഞാൻ അടിക്കിയത്. ക്ലിയർ. ഓക്കെ എട്ടോ ത്രൂ വയ്ക്കാം. ഓക്കെ ക്രോയിഫാണ്. ആൻഡ് ഇറ്റ്സ് പെലെ. ഓക്കെ പെലെ ഒരു ത്രൂ ബോൾ വെച്ചാലോ. ഓക്കെ ഷെവ. വേണ്ടായിരുന്നു പുല്ല്. കഴിഞ്ഞ് നോക്കണ്ട. ജയിക്കാറുന്ന കളിയായിരുന്നടാ. 1-1 ഡ്രോ ഗൈസ്. കുഴപ്പമില്ല. അവന് F2P ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഡിസർവിങ് ഒരു ഡ്രോ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും അവൻ സെലിബ്രേഷൻ ട്രൈക്ക് വിഷമായി. അത് വേണ്ടായിരുന്നു. 10 ഷോട്ട് 6 ടാർഗറ്റ് ഉണ്ട് ഗൈസ്. പക്ഷേ എന്ത് കാര്യം, ഗോൾ വല കുലുങ്ങണ്ടേ. 3 ഷോട്ട് 2 ടാർഗറ്റ് 76 ദിവസം നമ്മൾ 98 പാസ്. എന്തായാലും കുഴപ്പമില്ല. മൂഞ്ചി എന്തായാലും ഈ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും എന്തൊരു അവസ്ഥയാടാ. സേവ്സ് നോക്കും. അവൻ്റെ ഉലിവർഗ 4 സേവ് ഇട്ട്. എൻ്റെ ചക്കനും ഉണ്ട് കേട്ടോ. അടിപൊളി സേവ് ഇട്ടു. ഓക്കെ ഉലിവർഗാൻ്റെ മാൻ ഓഫ് വെച്ചാൽ അഡ്രിയാനോ F2 പ്ലെയർ ആണ് കേട്ടോ. അവൻ നല്ലൊരു പ്ലെയറാണ്. നമ്മുടെ ബഫൺ ഇട്ടിട്ട് 2ാം സ്ഥാനത്ത്. ബഫൺ രക്ഷിച്ച് പറയാം. ഫസ്റ്റത്തെ ഷോട്ട് ഗോളായെങ്കിൽ അല്ല ഞാൻ പിന്നെ കളി തിരിക്കുവായിരുന്നു. വേറെ കാര്യം എന്തായാലും ഹൈലൈറ്റ്സ് കാണാം. ഓക്കെ ഇതായിരുന്നു ആ ബഫൻ്റെ സേവ് കേട്ടോ. ഇതാണ് ബഫൻ്റെ സേവ്. അത് നോക്ക്. ഓ ബ്രോ വാട്ട് എ റിഫ്ലക്സ് ഫ്രം ബഫൺ. ഇതിൻ്റെ വേറെ ആരെങ്കിലുമൊക്കെയാണ് ഗോളായിരുന്നു മിക്കവാറും. കാരണം അവിടെ അങ്ങനെ അടിക്കുമ്പോൾ ഗോളാവാറുണ്ട്. ഇത് റൂമിയുടെ ഷോട്ട്. ഇതേതായിരുന്നു? ഓ ഇത് ബ്ലോക്ക് വന്നതല്ലേ. അതെ അതിനെ. ഓ ഇതിൻ്റെ ഐക്യൂ മൂവ്മെൻറ്റ്. ടേൺ എടുത്തു, ക്രോസ് ഇട്ടു. ആ സ്ലാട്ടൻ ഫസ്റ്റത്തെ അതിൽ അത് ഗോളാക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് റീബൗണ്ട് വന്നുകൊണ്ട് ഗോളായി. അല്ലെങ്കിൽ അത് അറിയാം അതും ഗോളടിക്കില്ലായിരുന്നു. സ്ലാട്ടൻ ഞാൻ എന്നെ കളിപ്പിക്കുന്നത് കുറേ മാസത്തിന് ശേഷം. അതുകൊണ്ടായിരിക്കാം മേ ബി. കുഴപ്പമില്ല. അതിൽ സ്ലാട്ടൻ അങ്ങനെ ചതിക്കും വിചാരിച്ചില്ല. ടാർഗറ്റിക്ക് അടിക്കുക സ്ലാട്ടൻ. ഈ ഒരുമാതിരി അവസ്ഥയാണത്. ഇതായിരുന്നു അഡ്വാൻഡ് ഗോൾ. ഇതപ്പോൾ എന്ത് സിമ്പിളായിട്ട് വന്ന് ഗോൾ അടിച്ച്. എൻ്റെ വിയരൊക്കെ എങ്ങടെ പോയത്. അഡ്രാന് ഫിസിക്കലി നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഭയങ്കര ഫിസിക്കാണ്. ഒരു രക്ഷയില്ലാത്ത ഫിസിക്കാണ് അഡ്രാനെങ്കിൽ. ലെഫ്റ്റ് കൊണ്ട് അടിച്ചിട്ടോ, വീക്ക് ഫുട്ട് കൊണ്ട്. ഇത് ഇബ്രാഹിമോവിച്ചിൻ്റെ അടുത്തത്. ഇത് ബ്ലോക്കിലിട്ട് അടിച്ചു പോകുന്നുണ്ട്. അതെ വലിയ ഗുണമില്ല. ഇത് ഏതായിരുന്നു? ഓ ഇത് കക്കയുടെ. ഇത് കയറണ്ടായിരുന്നടാ. ഇതല്ല. ഇത് കഴിഞ്ഞിട്ട് സ്ലേട്ടൻ്റെ ഓപ്പൺ. ഇതാ നോക്ക്. ചേടാ അത്രയും സാധനം ഉണ്ടായിട്ട് ആ മരവാഴ അടിച്ച് പുറത്തേക്കിടാ. കഴിഞ്ഞ് അതിനുള്ളൂ. എന്തായാലും ഗൈസ് ജയിക്കേണ്ട കളി ഡ്രോയിലേക്ക് അവസാനിച്ചു. എന്നാലും സെലിബ്രേറ്റ് ചെയ്തിക്ക് വിഷമായി ചെറുതായിട്ട്. കുഴപ്പമില്ല. കളിയുടെ ഭാഗമാണ് സെലിബ്രേഷനൊക്കെ. എന്നാലും നമ്മളൊരു റെസ്പെക്റ്റിൻ്റെ പേരിൽ ഇങ്ങനെ കളിക്കണതല്ലേ. എനിവേ കുഴപ്പമില്ല. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് കളി ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. കളീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ പോരായ്മകളെ കമൻറ്റ് ചെയ്യുക.
എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് കളിയിൽ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാണ്ട് എനിക്കറിയാം. എന്തായാലും ബഫൺ വന്നപ്പോൾ ഒരു കിടലൻ സേവ് കണ്ടു, മനസ്സ് നിറഞ്ഞു, അത്രയ്ക്ക് പറയുള്ളൂ. എന്തായാലും ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമാക്കിയാൽ ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.